നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ ആ പോസ്റ്റ് വായിച്ചുതരാം. ആ പോസ്റ്റ് വായിക്കുന്നതിനേക്കാൾ മുന്നേ എനിക്ക് പറയാനുള്ളത്, ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് അത്ര ഭയങ്കരം ഒന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പാവപ്പെട്ടവൻ പ്രധാനമന്ത്രിയാവുമ്പോൾ ജനാധിപത്യം ഭീഷണിയിലാണെന്ന് പറയുന്നു നരേന്ദ്രമോദി. ഇതാണ് ആ പോസ്റ്റ്. പക്ഷേ ആ പോസ്റ്റിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ പോയിട്ട് വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ കാര്യം എന്താണെന്ന് ഞാൻ ഈ കമൻറ്റുകൾ വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കമൻറ്റുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്നുമല്ല കേട്ടോ വെക്കുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വായിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്. ഈ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വെക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് പ്രത്യേകം ഞാൻ വായിക്കുന്ന കമൻറ്റുകൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഞാൻ എന്തായാലും ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വന്ന കമൻറ്റ്, 10 ലക്ഷം രൂപയുടെ കോട്ട്, ലക്ഷങ്ങൾ വിലയുള്ള സൺഗ്ലാസ്, അതുപോലത്തെ വിലയുള്ള ഷൂ, പേര് പാവപ്പെട്ടവൻ, ബെസ്റ്റ്. പാവപ്പെട്ടവൻ എന്നല്ല വിവരമില്ലാത്തവർ എന്നാക്കണം. അത് മനസ്സിലായില്ല. പാവങ്ങളെക്കാൾ കോർപ്പറേറ്റ് മുതലാളിമാരെ സ്നേഹിക്കുന്ന അദാനിയുടെ സ്വന്തം പാവപ്പെട്ടവൻ. എന്താ ഇപ്പോൾ ഫുൾ സെൻറ്റിയാണല്ലോ. കാരണം ഇപ്പോൾ എല്ലാ കാര്യത്തിലും പുള്ളിക്കാരൻ സെൻറ്റിയാണ് പറയുന്നത്. അതൊന്ന് എന്തായാലും അടുത്ത കമൻറ്റിലേക്ക് പോകാം. അത് ശരിയാണ്, വരാനിരിക്കുന്ന വലിയ വിപത്ത് കാണാം എന്നാണ്. അതാണ് പേടിയും. സ്റ്റാർട്ടപ്പ് തന്നെ ഇങ്ങനെയാണെങ്കിൽ മെയിൻ കോഴ്സിന് ആരെങ്കിലും ഉണ്ടാവുമോ ദൈവമേ. പൊട്ടിച്ചിരിക്കാനുള്ള ഓപ്ഷൻ കൂടി വേണമായിരുന്നു. ഫെയർ ആൻഡ് ഡീസൻറ്റ് ബോയ്. ഇതാണ് ശരിക്കും ഇരവാദം. ബോണ്ട്, ജനദ്രോഹ പാർട്ടി ബോണ്ട് വാങ്ങി പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ല ഭരിക്കുന്നത് എന്ന് കുറച്ച് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. സെൻറ്റിമെൻ്റൽ ട്രാക്ക് അല്ലേ. എല്ലാം കോമഡി. 15 ലക്ഷം അണ്ണാക്കിൽ കയറ്റി, 30 ലക്ഷം അണ്ണാക്കിൽ കയറ്റി തരഹം. എന്തായാലും ജയിക്കും, പിന്നെ എന്തിനാ തള്ളി മറിക്കുന്നത്. സൈക്കോളജിക്കൽ മൂവ്. ബോറാണ്. അയ്യോ, ആരും ഈ പാവപ്പെട്ടവനെ കളിയാക്കരുതേ. ഇനി ഇങ്ങരുടെ കള്ളക്കരച്ചിൽ കൂടി കാണാൻ വയ്യ. അവസാന അടവ് എടുത്തു തുടങ്ങി. നല്ല മോങ്ങൽ. അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പാവപ്പെട്ടവൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് പറഞ്ഞേ. പൊന്നോ, താങ്ങൂല. സ്റ്റാർട്ട് ആകാത്തപ്പോൾ ഇങ്ങനെ, എങ്കിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാലുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥ അയ്യോ, ആലോചിക്കാൻ പോലും വയ്യാണ്. ഇലക്ഷൻ വന്നപ്പോൾ പാവപ്പെട്ടവൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകില്ല. എത്രയോ പേർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാടുപെടുന്നു. എത്രയോ കുടുംബത്തിന് തലചായ്ക്കാൻ ഇടം ഇല്ല. ഗ്യാസ് വില, പെട്രോൾ വില അറിയുമോ ഈ പാവപ്പെട്ടവന്? 2 ടേം ആയില്ലേ. ഇനി വേറെ എത്രയാ നേതാക്കൾ ഉണ്ട്, മാറി ചിന്തിച്ചുകൂടെ? കുടുംബത്തു പിറക്കുകയും കുടുംബ മഹാത്മ്യത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന കുലീന കുലത്തിൽപ്പെട്ടവർക്ക് കുലത്തൊഴിലായി കൊണ്ടു നടന്നിരുന്ന രാജ്യഭരണം കുടുംബ മഹാത്മ്യമോ കുടുംബത്തനിമയോ ഇല്ലാതെ കുലം വശത്തിൽ പിറന്ന ഒരാൾ ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി കൈക്കലാക്കുകയും തുടർച്ചയായി വിട്ടുതരാതിരിക്കുകയും കുടുംബാവകാശക്കാരെ അശരണനും അസഹിഷ്ണുക്കളുമാക്കി നാട്ടിൽ തെക്ക് വടക്ക് നടത്തുന്ന അവസ്ഥയിലാക്കുകയും അവരോട് കഴിഞ്ഞ പലതിൻ്റെയും കണക്കുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കി വെച്ചാൽ ഏതു ജനാധിപത്യമാണ് പ്രഭു അപകടാവസ്ഥയിലാവാതിരിക്കുക? ഈ കണ്ട സുഖം മുഴുവൻ അനുഭവിച്ച് പച്ചക്കള്ളം പാവപ്പെട്ടവൻ. എന്തായാലും ഇങ്ങനെ പോകുന്ന ഒരുപാട് കമൻറ്റുകൾ. ഞാനിത് ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പറയാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഞാൻ വായിച്ച ഒരുപാട് കമൻറ്റുകൾ, ഇതൊന്നുമല്ല കേട്ടോ, ഇതിലും കൂടുതൽ കമൻറ്റുകൾ ഒരുപാടെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വായിച്ച കമൻറ്റുകളൊക്കെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഓപ്പോസിറ്റായിട്ട് പറയുന്നതാണ് എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. പ്രത്യേകിച്ചൊരു റിപ്പോർട്ടർ ചാനലിലാണ് ഈ ഒരു വാർത്ത, ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, സുജയ പാർവതിയൊക്കെ ഉള്ളതുകൊണ്ട്
അതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഈ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കും അനുകൂല നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് സുജാ പർവ്വതിൻ്റെ ഒക്കെ വരുമ്പോൾ അതിന് അടിയിൽ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ മിത്രങ്ങൾ നല്ല രീതിയിൽ മെഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പോസ്റ്റിൽ ഇതുപോലെ എല്ലാ കമൻറ്റുകളും ആ കമൻറ്റുകൾക്ക് ഓപ്പോസിറ്റായിട്ട് പറയാൻ പോലും ഒരാളുകൾക്ക് ഇട നൽകാത്ത അല്ലെങ്കിൽ അവസരം കൊടുക്കാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നത് മുഴുവനും എന്ന് പറയുമ്പോൾ ശരിക്കും ആശ്ചര്യം തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ അല്ലെങ്കിൽ സാഹോദര്യമായിട്ട് ആളുകൾ ജീവിക്കുന്നതിനെ, നല്ല ജനാധിപത്യത്തെ മതസൗഹാർദ്ദത്തോടു കൂടിയിട്ടും ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ അതൊരു നമുക്ക് ആശ്വാസം നൽകുന്ന നല്ലൊരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനത്തിന് ഇരയാവുന്ന ആളുടെ മുൻകാല ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ 10 വർഷത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്നത്. അപ്പോൾ ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്കും പറയാനുള്ളത്. എന്താണെങ്കിലും ആർക്കെങ്കിലും ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ വാർത്തയും അതിനടിയിൽ വന്ന കമൻറ്റുകളും കാണാവുന്നതാണ്, വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു മിത്രങ്ങളും വന്നിട്ട് മെഴുകാനോ അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കാനോ നിൽക്കണ്ട. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ന്യായീകരിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനോട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് കാണിച്ചു തരാനുള്ള കാരണം. ഓക്കെ.